ഷാലിമാർ അല്ലേ? അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഇത് 5.5 ദിവസമായിട്ട് ഞങ്ങളുടെ താമസ സ്ഥലമായിരുന്നു ഇത്. ഞങ്ങളൊരു ഡബിൾ റൂം എടുത്ത് സ്യൂട്ടാണ്, പുറത്ത് സിറ്റിംഗ് റൂമും ഒക്കെ ആയിട്ട് അതിൽ 3 പേരും കൂടിയിട്ടാണ് താമസിച്ചിരുന്നത് ഞങ്ങൾ. ഷാലിമാർ എന്നാണ് ഈ റൂമിൻ്റെ പേര്. ഓരോരോ റൂമിനും ഓരോ പേരാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ 5.5 ദിവസത്തെ വാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. ഇന്ന് ഇതൊന്നുമില്ല, സ്നോഫോളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഉയർന്ന സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഗുൽമാർഗിലൊക്കെ ഉണ്ട്, നല്ല സ്നോഫോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് കണ്ടില്ലേ, ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെയൊക്കെ സ്നോൻ്റെ ബാക്കി പാവം. പക്ഷേ നമ്മൾക്ക് ഉണ്ടല്ലോ ഇത്രയും ദിവസം ഇരുന്നിട്ടേ ഈശ്വര ഇവിടെ നല്ല മിസ്സാവും, നമ്മൾ മിസ് ചെയ്യും അല്ലേ ശരിക്കും പറഞ്ഞാൽ. പറയേണ്ട, തിരിച്ചു പോകേണ്ട പറ്റില്ലല്ലോ. രണ്ടോ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ കുറേശ്ശെ ബാക്കി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് തന്നെ ഇറങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ശങ്കരാചാര്യ ടെമ്പിളിൽ പോയില്ല. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ഇതാണ്ടില്ലേ, ഇത് ഗാർബേജിൻ്റെ ട്രക്കാണ് പോണത്. അതിൻ്റെ ഇതൊക്കെ മൊബൈൽ സോളാർ ടോയ്ലറ്റ്സ് ആണ് കേട്ടോ. ആ കാണുന്ന റെഡ് കളറിൽ കാണുന്നൊക്കെ സോളാർ ടോയ്ലറ്റ്സ് കുറേ ഉണ്ട്, 150-200 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ശങ്കരാചാര്യ അങ്ങോട്ട് പോണത് നമ്മൾ ഡാൽ ലേക്കിൻ്റെ അതിങ്ങനെ പോകണം, അങ്ങോട്ടുള്ള വഴിയാണിത്. ഇതാണ്ടില്ലേ, ഓരോരോ ഘാട്ട്സാണത്. കുറേ ഇതുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, ഷിക്കാര സ്റ്റാൻഡ്സ് എന്ന് പറയാം, സ്റ്റാൻഡുകൾ, ബസ് സ്റ്റാൻഡ് മാതിരി ഷിക്കാരയ്ക്കുള്ള സ്റ്റാൻഡുകൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ തുടക്കം ഉള്ളത് ചെയ്യാതിരിക്കുക നല്ലത്. അവിടെയൊക്കെ വളരെ വീതി കുറഞ്ഞ സ്ഥലമാണ് ലേക്കിൻ്റെ. അപ്പോൾ എപ്പോഴും നമ്മളൊരു 8, 9, 10 ആ ഭാഗത്തെ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് നല്ലത്. കണ്ടില്ലേ ഹൗസ് ബോട്ട്സൊക്കെ. ഇനി എന്നാണ് കാണാൻ പറ്റുകയെന്ന് അറിയില്ല അല്ലേ. സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെവിടെ പോയിട്ട് ഏതൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു സങ്കടമാണ് അല്ലേ. കാശുണ്ടെങ്കിൽ കുറച്ചും കൂടി നിൽക്കായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും അങ്ങനെ പറയുമ്പോൾ കണ്ട ഹൗസ് ബോട്ട്സൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാൻഡുകളാണ് ആ കാണുന്നത് കേട്ടോ, ഷിക്കാര സ്റ്റാൻഡ്സാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറയുക. ഇവിടെ ദൂരത്തുള്ളത് എടുക്കണം. അപ്പോൾ കുറച്ച് വീതി കൂടിയ ഭാഗത്ത് നമുക്ക് അവരെന്തായാലും 1 മണിക്കൂറൊക്കെ ചുറ്റിക്കുള്ളൂ നമ്മളെ, 1 മണിക്കൂറോ 1.5 മണിക്കൂർ. അത് നമ്മൾ നല്ല സ്ഥലത്ത് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നമ്മളൊരു 8, 9, 10 ആയിട്ടുള്ള അവിടേക്ക് വരികയാണ്. അപ്പോഴേക്ക് നമ്മുടെ വീതി കൂടി വരും അങ്ങനെ ലേക്ക് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പോണ വഴിക്ക് പിന്നെ ഇപ്പം നോക്കിയത് തോന്നും കൂടി ഇല്ല അല്ലേ. സ്നോഫോളിൻ്റെയൊക്കെ ആ ഒരു ഇരുട്ട് മൂടിയ ഇതാണ്, ഒന്നും തോന്നുന്നില്ല. ഇപ്പോൾ നല്ല ക്ലിയറാണ് ഇപ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ പോണതേ, ഈ കയറി പോണത് നമ്മൾ കശ്മീരിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ടെമ്പിൾ എന്ന് പറയാവുന്ന ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ BC-യിൽ അശോക ചക്രവർത്തിയുടെ കാലത്ത്, മൗര്യ സമ്രാട്ടില്ലേ, അശോക ചക്രവർത്തിയുടെ മകൻ ജാലുകൻ ഉണ്ടാക്കിയിട്ടുള്ള ശിവ ടെമ്പിളാണ് കേട്ടോ ഇത്. പക്ഷേ അത് പിന്നീട് ഓരോരോ ചക്രവർത്തിമാർ വരുമ്പോഴും, അപ്പോൾ മുഗൾസ് വന്നു, അത് നശിപ്പിച്ചു. പിന്നെ വേറൊരു നല്ലൊരു രാജാവ് വരും, അയാളത് കെട്ടും, പിന്നെയും അങ്ങനെ കുറേ റിനോവേഷൻ കഴിഞ്ഞിട്ടുള്ള അമ്പലമാണിത്. ഹലോ, ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൽ വന്നിരിക്കുക. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ശ്രീനഗർ മുഴുവൻ കാണാം എന്നാ പറയുക. പക്ഷേ നമുക്ക് പറ്റില്ല, കാണാൻ പറ്റില്ല. കണ്ടില്ലേ ഫോഗ്, എൻ്റെ അമ്മി പറയാനും പറ്റില്ല. ഈ കഥയ്ക്കണതുണ്ടല്ലോ, സ്റ്റെപ്പ് കയറുന്നതെന്ന് മാത്രമല്ല കേട്ടോ, അത് 250 സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷേ അത് മാത്രമല്ല, ഈ കഥയ്ക്കണേൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും തോറും ഓക്സിജൻ്റെ കമ്മി, പിന്നെ കഠിനമായിട്ടുള്ള തണുപ്പുണ്ട് കേട്ടോ. മുകളിലേക്ക് എത്തിയപ്പോൾ കണ്ടില്ലേ മഞ്ഞും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ 1846 ആണ് ഇപ്പോഴത്തെ ഉള്ള ശിവലിംഗം സ്ഥാപനം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അത് സിഖ് രാജാവായിരുന്നു അന്ന് അദ്ദേഹം. അതിൻ്റെ ശേഷം നശിപ്പിക്കലൊന്നും നടന്നിട്ടില്ല. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നീട് ഒരു കാര്യവും നടന്നിട്ടില്ല. വേറെ ആൾക്കാരൊന്നും ഭരണത്തിന് വന്നിട്ടില്ല പിന്നീട്. അത് കാരണമായിരിക്കാം അങ്ങനെ. അപ്പോൾ ശങ്കരാചാര്യരുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾക്കിവിടെ ഒരു മെതിയടിയൊക്കെ തന്നു, അതിട്ടിട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ടേ. അത് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കയറിക്കോളാൻ പറഞ്ഞു. നമ്മുടെ ഷൂ ഒന്നും ഇട്ടിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, നമ്മൾ തൊഴുതു പുറത്ത് വന്നു. വലിയ എന്താ ഒരു നല്ല ഉഗ്രൻ ശിവലിംഗമാണ് കേട്ടോ, ഭയങ്കര വലുത്. അങ്ങനെ ഒരു തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കണ്ടില്ലേ, എന്താ ഒരു സിമെൻറ്റിൻ്റെ ഒന്നും ഇല്ലാണ്ടാണ് ആ ഇത് നിൽക്കണത്, അമ്പലം ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ 6 കോണുള്ള അങ്ങനെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്പലം
അങ്ങനെ ഒരു തരത്തിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലേ അതൊക്കെ നിർമ്മിച്ചതിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തപസ്യ സ്ഥലമാണത്. അമ്പലത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗുഹ എന്താ ശരിക്കും എത്രയോ കാലം മുമ്പേ ഇത്രയും സ്ഥലം കയറി വന്ന് അന്ന് ഈ സ്റ്റെപ്പ് ഉണ്ടാവില്ല, ഈ റോഡ് ഉണ്ടാവില്ല അല്ലേ. അത്ര സ്ഥലം കയറി വന്നിട്ട് അദ്ദേഹം തപസ് ഇരുന്നിരുന്ന സ്ഥലമാണത്. നമ്മളുടെ ഗുരുക്കന്മാരൊക്കെ ഭയങ്കര അല്ലേ, എത്രമാത്രം കഴിവുള്ള ആൾക്കാരാണ് എന്നുള്ളത്. എത്ര കാലം എങ്ങനെ ജീവിച്ചിട്ടുണ്ടാവും ഇവിടെ, എന്താവും കഴിച്ചിട്ടുണ്ടാവുക അല്ലേ. ഇവിടെ ഇരുന്നിട്ടാണ് അത്ര സൗന്ദര്യലഹരി എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം അതിങ്ങനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഞ്ഞ് കൂടി ഇങ്ങോട്ട് ഭയങ്കര മഞ്ഞങ്കിട് ഇറങ്ങും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ശ്രീനഗറിൻ്റെ ബ്യൂട്ടി മുഴുവൻ കാണാം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മളിത് വരാതെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് ഗംഭീരമായിട്ട് കതച്ച് മറിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാനത് ഓണാക്കിയിട്ടേ ഇല്ല. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ദർശനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്താണ് തപസ്യ ചെയ്ത സ്ഥലം ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമാണല്ലോ. ഞങ്ങൾ വന്ന ദിവസം വരാൻ പറ്റിയില്ല ഇവിടെ ഓരോ കാര്യം കൊണ്ട്. പിന്നെ എന്താണ് ഒരു ദിവസം വന്ന് നോക്കി, പക്ഷെ അന്ന് ശിവരാത്രി ആയിരുന്നു. എൻ്റെ അമ്മേ തിരക്ക് എന്താ അറിയോ. അപ്പോൾ പിന്നെ എനിക്ക് ഈ തിരക്കിലൊരു അമ്പലത്തിലും പോകാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴേക്കും ആൾക്കാർ കയറി പോകേണ്ട ഇഷ്ടമാതിരി. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഉഗ്രൻ ദർശനം, എന്തൊരു സന്തോഷമായി അറിയോ. പക്ഷേ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീനഗർ മുഴുവൻ കാണാം നമുക്ക്. ഇതൊക്കെ ഐസാണ് കേട്ടോ കിടക്കണം. ശ്രീനഗർ മുഴുവൻ കാണാം നമ്മൾക്ക് അമ്പലത്തിൻ്റെ മുകളിൽ നിന്നാൽ. പക്ഷേ ഇന്ന് നല്ല മഞ്ഞ്, എന്തൊരു മഞ്ഞാ കണ്ടില്ലേ, ഒന്നും കാണാനില്ല. എടുത്തു കഴിഞ്ഞാലേ താഴത്തേക്ക് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, കാണാൻ പറ്റിയില്ല. അത് മാത്രമൊരു സങ്കടമായി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നല്ല CRPF ആൾക്കാർ ഇഷ്ടംമാതിരി, എല്ലാം ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ എല്ലാവരുടെയും. അങ്ങനെ അപ്പോൾ നന്നായിട്ട് കാണൂ കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെയൊക്കെ ഞാനിങ്ങനെ വരിയായിട്ട് ഇടാൻ പോകുന്നുണ്ട് വീഡിയോ, വലുതും ചെറുതും ഒക്കെ കാണണം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് എന്തൊക്കെ ചെയ്യണം, ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. ഇപ്പോഴും അതെ, ഇവിടെ വൈഫൈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ച് പ്രശ്നമല്ലേ. അപ്പോൾ അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഒക്കെ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട വീഡിയോസൊക്കെ കണ്ടില്ലേ. ഇത്രയും സ്റ്റെപ്പിൻ്റെ മുകളിൽ നല്ല മഞ്ഞൊക്കെ ആയിട്ട് കണ്ടില്ലേ, ആൾക്കാരൊക്കെ അങ്ങനെ കത്തിച്ച് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. കാര്യം തണുപ്പ്, നല്ല തണുപ്പല്ലേ. തണുപ്പും സ്റ്റെപ്പും കൂടിയാവുമ്പോൾ ഉയരവും കൂടിയാവുമ്പോഴേക്കും നമ്മൾ കിതയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ. ഇറങ്ങി വരുമ്പോൾ ഇല്ല, പോകുമ്പോഴായിരുന്നു ഭയങ്കര കിതപ്പ്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ തരം പക്ഷികളെ കണ്ടു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ക്യാമറയൊക്കെ വേണ്ടി വരും അല്ലേ, ശരിക്കും ഫോട്ടോഗ്രാഫി അത്രയും ഗംഭീരമായിട്ടുള്ള അതൊക്കെ എടുത്തിട്ട് വേറൊരു സീസണിൽ വരണം ഇവിടെ. ക്യാമറ ഉണ്ടായിട്ടും കൂടി അറിയില്ല അതിൻ്റെ ഓപ്പറേഷനൊന്നും അറിയില്ലേ. അപ്പോൾ അതൊരു പ്രത്യേക തരം പക്ഷി, ഒരു നീളത്തിൽ വാല്, എന്തു നീളം അറിയോ വാല്. അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണം. വെള്ളവാലും കറുത്ത പക്ഷി. ശരിക്കും ഇവിടെയൊക്കെ ആ പച്ച നിറത്തിൽ ഇനി എന്തായാലും വേറൊരു സമ്മർ സീസണിലോ വരണം അല്ലേ, സ്പ്രിങ് സീസണിലൊക്കെ വരണം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് അപ്പൊക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ വെറും മഞ്ഞാണല്ലോ. അപ്പോൾ എന്തായാലും വിൻ്റർ എന്തായാലും ഗംഭീരമായി നമ്മളുടെ. അപ്പോൾ എയർപോർട്ട് എത്താറായി. നമ്മൾ എയർപോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. ആ മല മുഴുവൻ ഇറങ്ങി വന്ന് നമ്മൾ കണ്ടില്ലേ, അടുത്താണ് എയർപോർട്ട്. പിന്നെ ഞങ്ങളുടെ അടുത്താണ് നമ്മളിതാ എയർപോർട്ടിൽ. നമ്മൾക്ക് ഈ ശ്രീനഗർ എയർപോർട്ട് കാണിക്കാമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് തൊടാൻ വരെ പറ്റില്ല കേട്ടോ, ക്യാമറയൊന്നും. ഒരപ്പം പറയും, ഡിലീറ്റ് ചെയ്യാൻ പറയും, ഒരു ഇതും എടുക്കാൻ പാടില്ല, ഭയങ്കര സെക്യൂരിറ്റിയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ശ്രീനഗർ എയർപോർട്ട്. അപ്പോൾ നമ്മൾ ബൈ ബൈ ശ്രീനഗർ എന്ന് പറയുകയാണ്, ബൈ ബൈ കശ്മീർ. അപ്പോൾ എന്തെങ്കിലും ഇനി കാണാൻ സൗകര്യം പെട്ടാൽ കാണാം അല്ലേ. ഓരോന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, പറ്റുമോ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻ്റായിട്ട് പറയൂ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ബൈ ബൈ, പിന്നെ കാണാം.